Good afternoon, Sabira. Sabira മാത്രമേ ഉള്ളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഏത് ബാച്ചായിരുന്നു? അങ്കിത ജോയിൻ ആയിട്ട് ലീവായി പോയിരുന്നു. ഞാൻ 11th ബാച്ച് പ്രാക്ടീസിന് വന്നിരുന്നു. ഞാനിപ്പോ ഓർത്തു 11th ബാച്ച് ചിലപ്പോ ക്ഷീണിച്ചു കാണും. രാവിലെ തുടങ്ങി ക്ലാസ്സിൽ കയറിയിരിക്കുന്നല്ലേ, അതുകൊണ്ടായിരിക്കും 11th ആരെയും കാണാത്തത് വിചാരിച്ചു. ഓക്കെ ഫൈൻ. എന്താ എന്തെങ്കിലും പറയണ്ടോ ഗ്രൂപ്പിൽ ആരെങ്കിലും? ഗ്രൂപ്പ് കുറച്ചു പേരെ പി ജിക്ക് ഉള്ളൂ, എല്ലാവരും ഇല്ല, കുറച്ചു പേരേ ഉള്ളൂ. നോക്കാം. നോക്കാം, ചിലപ്പോ എല്ലാവരും ജോയിൻ ആവുണ്ടാവും. ഒരു 2 minutes വെയിറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടാവും? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഞാനും മോനും മാത്രമേ ഉള്ളൂ, പിള്ളേരൊക്കെ സ്കൂളിൽ പോയിരിക്കാം. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3 ആള്. അന്ന് പ്രാക്ടിക്കൽ സെഷന് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? വന്നിരുന്നു, ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലാണ് മക്കളെ. ആ കുട്ടിക്ക് ഇപ്പൊ കുറവില്ല മിസ്സേ, മൂത്ത കുട്ടിക്കാണ്. 3 ദിവസമൊക്കെ കോൺസിപ്പേഷൻ നിന്ന് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പോവും. ഇനിയിപ്പോ തിങ്കളാഴ്ച കോഴിക്കോട് OP എടുക്കണം, കൊണ്ട് കാണിക്കാൻ. കോഴിക്കോട് ഏത് ഹോസ്പിറ്റലാ? KMCT. അതിലെന്നെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ വന്ന് കാണിക്കുന്നത്. ഇവിടുത്തെ ഒരു ഡോക്ടർ ഒപ്പീനിയനിൽ ലെറ്റർ തന്നിട്ട് അങ്ങോട്ട് പോയത്. അപ്പൊ എന്താ പറയണേ ഡോക്ടർ? എന്താ പറയണേ? ഇതുവരെ അവന് ഇപ്പൊ KMCTന്ന് ഒക്കെ ടെസ്റ്റ് ചെയ്തു, അതിലൊക്കെ അവര് കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയണത്. ഹൈലി ആണ്, 1 year മരുന്ന് കൊടുക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ആവട്ടെ. ഓക്കെ ഫൈൻ. അങ്കിത ആദ്യം ജോയിൻ ആയിട്ടാണ് ആരെയും കാണാൻ. ഇപ്പൊ അങ്കിത ലീവായോ? നോ മാം, മോള് മറ്റേത് അത് കട്ടായി. ഞാനിപ്പോ നോക്കുമൊക്കെ കണ്ടത് മൊബൈൽ അവള് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു കോൾ. ഹലോ ശരി. ഹലോ. ഹായ്. ഹായ്. ഉറക്കമൊന്നുമില്ലേ? എപ്പോഴും ക്ലാസ്സിന്റെ ടൈമിൽ എണീറ്റിരിക്കണാണല്ലോ. ഇങ്ങനെ ഇല്ലു മാം, ആൾക്ക് വർക്കൊന്നുമില്ല. ആക്ച്വലി അവള് കൊറേ ക്ലാസ് മിസ് ചെയ്തു. ശരി. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ് തീരാറായല്ലോ. മോളിപ്പോ എന്ത് ചെയ്യും? ക്ലാസ് കാണാൻ പറ്റുമോ? അറിയില്ല, അവള് ചിരിക്കുന്നുണ്ട്. ആക്ച്വലി നിങ്ങളെ കാണുമ്പോ അധികം ഉണ്ടല്ലോ. ആരിത്? അമ്മയുടെ ബുക്കൊക്കെ എടുക്കുവോ?
ഓ എടുത്തു കീരും എല്ലാം ചെയ്യും. വരക്കും. പറ്റ വരച്ചിട്ടേക്കും. അതായതുകൊണ്ട് റെക്കോർഡ് പെൻഡിങ് മാം. റെക്കോർഡ് എടുത്തിട്ട് വെക്കുമ്പോ തുടങ്ങും. വീഡിയോ സ്റ്റക്ക് ആയി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോളവിടെ കളിക്കുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഇടയ്ക്ക് വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ ആയിരുന്നു പറഞ്ഞത്. ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, എന്താണ് നമ്മൾ ചെയ്യുന്ന ടീച്ചിങ് പ്രാക്ടീസിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ടീച്ചിങ് പ്രാക്ടീസ് ഒരു പ്ലാറ്റ്ഫോം ആണ്, ഒരു വർക്ക്ഷോപ്പ് പോലെ നമ്മൾക്ക് തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവർക്കും ക്ലാസ് അല്ലാതെ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം അത് മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ഡേ നിങ്ങൾ എങ്ങനെയായിരുന്നു, അതിൽ നിന്നെല്ലാം ഇപ്പൊ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, കുറെ കൂടെ അപ്ഡേറ്റഡ് ആയി. ജസ്റ്റ് ലൈക്ക് എന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഓരോ ബാച്ച് അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾക്ക് തന്നെ തോന്നും, ഒരു ഫീൽ, ഒരു കോൺഫിഡൻസും, ബെറ്റർ, നാളെ ഇതിൽ കൂടെ ബെറ്റർ ആക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. നമ്മൾ സോർട്ട് അനാലിസിസിന്റെ കാര്യവും എല്ലാം പറഞ്ഞിരുന്നു. ഈ അനാലിസിസ് ഒരു ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അനാലിസിസ്, അതാണ് സോർട്ട് അനാലിസിസ് മെത്തേഡ്. അത് കൂടാതെ നമുക്ക് സെൽഫായിട്ട് സോർട്ട് അനാലിസിസ് ചെയ്യാം, കുട്ടികളിൽ നമുക്ക് സോർട്ട് അനാലിസിസ് ചെയ്യാം. വലിയ റിസോഴ്സസ് ഒന്നും വേണ്ട, കോസ്റ്റ് എഫക്റ്റീവുമാണ്. പിന്നെ നമ്മൾ സ്കൂളിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളിൽ സ്കൂൾ ലെവലിൽ SDMC എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷൻ കൗൺസിൽ പോലെയുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, SDMC. അതുപോലെ കോളേജ് ലെവലിലാണെങ്കിൽ കോളേജ് അക്കാദമിക് സെൽ, CAC. നമ്മുടെ പാരന്റ്സ് കൗൺസിൽ, PTA. ഇതെല്ലാം ഒരേ ഫങ്ഷൻസ് ചെയ്യുന്നത് തന്നെയാണ്. ഇവരെല്ലാവരുടെയും ഉദ്ദേശം നല്ല ഒരു റിസൾട്ട്, ഔട്ട്കം, കുട്ടികളിൽ നല്ല ചേഞ്ചസ് വരണം, കുട്ടികൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ അങ്ങനെ കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് ടീച്ചേഴ്സാണ്. അപ്പൊ ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതാണ് മെയിൻ. പിന്നെ അനാലിസിസും കാര്യങ്ങളും എല്ലാം ഒരു സ്ട്രോങ് മെക്കാനിസം തന്നെ ഉണ്ടാകണം ഒരു സ്കൂളിനെ അസസ് ചെയ്യാനായിട്ട്. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ചില സ്കൂളുകളെ പറ്റി പറയില്ലേ, ആ സ്കൂൾ നല്ല സ്റ്റാൻഡേർഡ് ആണ്, അവിടുത്തെ കുട്ടികളുടെ രീതി തന്നെ ഡിഫറെന്റ് ആണെന്നൊക്കെ പറയും. അപ്പൊ സ്കൂളിനെ അനലൈസ് ചെയ്യുവാണത്. ആ സ്കൂളിൽ അങ്ങനെ വ്യത്യാസം വരണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ ലേണിംഗ് പ്രോസസ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ, അത് ഹ്യൂമൻ റിസോഴ്സസ്, ടീച്ചേഴ്സ് ആണെങ്കിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. മോണിറ്ററിങ്ങും ഫീഡ്ബാക്ക് മെക്കാനിസവും അതെല്ലാം അഡ്വാൻസ്ഡ് ആകണം ഒരു സ്കൂളിനെ അനലൈസ് ചെയ്യുമ്പോഴേക്കും. ഇപ്പൊ കോളേജ് ലെവലിലൊക്കെ ചില സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അഫിലിയേഷൻ കൊടുക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. സ്കൂളിലും അതുപോലെ തന്നെ സ്കൂൾ ബിൽഡിംഗ്, പ്രിമിസസ്, അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ, കുറെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് അവിടെ സ്കൂൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. ശരിക്കും ഒരു ഗുഡ് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്കില്ല് വേണം ഒരു സ്കൂളിനെ അസസ് ചെയ്യണം. ഒരു സ്ട്രോങ് മെക്കാനിസം തന്നെ ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്നത് സ്റ്റുഡൻസുമായിട്ടാണ്. അപ്പൊ അവരുടെ ലേണിംഗ്, അതിന്റെ കാര്യങ്ങളും അതെല്ലാം, ലേണിംഗ് പ്രോസസ്സും അതിന്റെ ഇവാലുവേഷനും അസസ്മെന്റും എല്ലാം ടീച്ചേഴ്സാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് ചെയ്യുന്ന ചില കുട്ടികളുടെ ലെവൽസിൽ ടീച്ചർമാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്ലാൻ ദ ലേണിംഗ്. കുട്ടികൾക്ക് എന്താണോ ലേണിംഗ് പ്രോസസ്സിൽ കൊടുക്കാനുള്ളത് അത് പ്ലാൻ ചെയ്യാം. ദെൻ ഇംപ്ലിമെന്റ് ദാറ്റ് പ്ലാൻ. ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പം അവർക്ക് ഹിസ്റ്ററി അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് നിയർ ബൈ വിസിറ്റ് ചെയ്ത് അതിൽ കൂടെയാണ് കുട്ടികളെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പ്ലാൻ, ആ ലേണിംഗ് പ്രോസസ് പ്ലാൻ ചെയ്യുന്നു. അവിടെ പോകാനുള്ള സൗകര്യങ്ങള്, അവിടെ ഉള്ള ആളുകളെ വിളിച്ച് അതിന് വേണ്ടുന്ന ഇന്ന ഡേറ്റ് എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. എന്നിട്ട് ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, കുട്ടികളുമായിട്ട് പോകുന്നു. കുട്ടികൾ അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ആ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സും കുട്ടികളെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി ഇവാലുവേറ്റ് ചെയ്യും.
അപ്പൊ ടീച്ചർ ഇവിടെ ഒരു ഓർഗനൈസർ പോലെയാണ് ഈ പല പല റോൾസും ചെയ്യുന്നുണ്ട് ടീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തിനാണ്? സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാനും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുമാണ് ടീച്ചേഴ്സ് ഇതുപോലെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഒരു ഓർഗനൈസിങ് റോള്, ഒരു ഓർഗനൈസർ ആയിട്ടാണ് ടീച്ചർ ഈ ഒരു ക്ലാസ് റൂം സ്ട്രക്ചറിൽ വരുന്നത്. അപ്പൊ എയിം ചെയ്യുന്നത് എന്താണ്? നല്ല രീതിയിലുള്ളൊരു ലേണിംഗ് പ്രോസസ് കുട്ടികൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ അച്ചീവ്മെന്റ് ഓഫ് ആ ഒരു ക്ലാസ് റൂമിന്റെ മിഷൻ. നമ്മളിപ്പോ ഒരു കാര്യം, ഇപ്പൊ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കുട്ടികളെയും കൊണ്ട് വിസിറ്റ് ചെയ്തു, ഇപ്പൊ കുട്ടികൾ അതിൽ നിന്ന് എന്തെല്ലാം ലേണിംഗ് പ്രോസസ്, സ്റ്റഡി ടൂർ ഒക്കെ പോകുമ്പോഴേക്കും അതിനെ പറ്റി ഒരു റിപ്പോർട്ട് എഴുതണം എന്നൊക്കെ പറയുമല്ലേ. അപ്പൊ ശരിയായ രീതിയിൽ റിപ്പോർട്ട് കുട്ടികൾ, ചിലരിങ്ങനെ ടൂർ പോകുന്ന ആ ഒരു സെൻസിൽ പോകുന്നുണ്ടാവും, ചില കുട്ടികൾ പക്ഷെ അത് മാക്സിമം യൂസ് ചെയ്യും. യാത്രയിലൂടെ അവരെന്തെല്ലാം അറിവുകൾ നേടി, അവിടെ ചെന്ന പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടപ്പോൾ, വേറെ കൾച്ചറുള്ള ആൾക്കാരെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് മനസ്സിലായത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് അവരെ അസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ക്ലാസ് റൂമില് നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാതെ നല്ല പവർഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഓർഗനൈസ് ചെയ്യുക, അത് അസസ് ചെയ്യുക. ഒരു പോസിറ്റീവ് ക്ലാസ് റൂം ക്ലൈമറ്റ് അത് ഫോസ്റ്റർ ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു പോസിറ്റീവ് ക്ലാസ് റൂം ക്ലൈമറ്റ്, അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്ലാൻ കൊണ്ടുവന്നാൽ ആ പ്ലാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിലൂടെ നല്ല റിസൾട്ട് ഔട്ട്കം കുട്ടികളിലും ആ ഒരു സ്കൂളിനും വരുന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു പോസിറ്റീവ് ക്ലാസ് റൂം ക്ലൈമറ്റ് വരുന്നത്. അതേസമയം കൊണ്ടുവരുന്ന പ്ലാനിൽ കുറച്ച് കുട്ടികൾ പങ്കെടുത്തു, കുറച്ച് കുട്ടികൾ വളരെ മടി കാണിച്ചു, അവരതിനകത്ത് ഇൻവോൾവ് ആകാൻ തയ്യാറായില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ ക്ലാസ് റൂമിന്റെ ക്ലൈമറ്റ് തന്നെ മാറും. അത് നമുക്ക് തന്നെ പലപ്പോഴും മനസ്സിലാവാറുണ്ടല്ലേ. നമ്മളുടെ ഒരു ഓൺലൈൻ ക്ലാസ് റൂമിൽ നമ്മൾ ചിലപ്പോൾ പല ആക്ടിവിറ്റീസ് പറയുമായിരിക്കും, അത് പ്രയർ സൈനിങ് തൊട്ട് ഫോർ ദ ഡേ. അപ്പൊ എല്ലാ ബാച്ചിലും കുട്ടികൾ പറയുന്ന ഒരു കാര്യം, അതിനാരും മുന്നോട്ട് വരുന്നില്ല, ചെയ്തവർ തന്നെ വീണ്ടും ചെയ്യുവാണ്, ലൈക്ക്. അപ്പൊ ആ ഒരു ക്ലാസ് റൂമിന്റെ ക്ലൈമറ്റിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. സോ എൻ്റെ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. പ്രത്യേകിച്ചും വെർച്വൽ ക്ലാസ് റൂമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ് റൂം അവിടെ നമ്മൾ എത്രത്തോളം ലൈവ് ആക്കിയാലാണ് അതിന്റെ ആ ലിമിറ്റേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ററാക്റ്റീവ് സെഷൻ അങ്ങനെ അത് ചെയ്ത് നമ്മളുടെ ക്ലാസ് റൂമിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇനി ഗ്രൗണ്ട് ലെവലിൽ തന്നെ നടക്കുന്ന ക്ലാസ് റൂംസ്, സ്കൂളുകൾ, കോളേജുകൾ, അവിടെയൊക്കെ നേരിട്ട് നടക്കുന്ന ക്ലാസ് ആകുമ്പോഴേക്കും ക്ലാസ്സിൽ ഇപ്പോ 35 കുട്ടികളുണ്ടെങ്കിലും 35 കുട്ടികളോടും ഒരു കാര്യം, ഒരു പ്ലാൻ നമ്മൾ പറയുന്നു, നമുക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലൊരു 10 കുട്ടികൾ അതിന് താല്പര്യം കാണിക്കാതെ അവർ ബാക്കൗട്ടായി ഇരുന്നു കഴിഞ്ഞാൽ ക്ലാസ് റൂം ക്ലൈമറ്റിനെ ബാധിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവര് കുറെ പേര് ബാക്കിലേക്ക് പോയിട്ട് ഇരിക്കും, അവര് ഇതിലൊന്നും ഇൻവോൾവ് ആവില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ടീച്ചേഴ്സ് അവരെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതി കാണും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ടീച്ചേഴ്സ് അവരെങ്ങനെ ഒഴിവാക്കും, ക്ലാസ്സിൽ അവരില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ടീച്ചർമാർക്ക്, ചില ടീച്ചർമാർ, ചില കേട്ടോ, എല്ലാവരും അല്ല, ചില ടീച്ചേഴ്സ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നല്ലൊരു കേപ്പബിലിറ്റി അച്ചീവ് ചെയ്യുക, പിന്നെ സ്റ്റുഡൻസിന്റെ ലേണിംഗ് നല്ലൊരു ടൈം ശരിയായി മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള ടൈം. നമ്മൾക്കറിയാം 10 hours നമുക്ക് കിട്ടുന്നു ഒരു മോഡ്യൂൾ എടുക്കാൻ, 10 hours ആണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് ആ ടൈം യൂസ് ചെയ്ത് അവർക്കത് പ്രൊവൈഡ് ചെയ്യാം. ബോത്ത് പേഴ്സണൽ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എല്ലാം യൂസ് ചെയ്ത്. ഇപ്പോൾ 10 hours ടീച്ചറിന് 2 hours ടീച്ചറിന് വരാൻ പറ്റിയില്ലെങ്കിൽ അതിപ്പോ അവിടെ ഒരു കുറവായിട്ട് വന്നു അല്ലെ. അപ്പൊ ആ 2 hours കോമ്പൻസേറ്റ് ചെയ്ത് വിത്തിൻ ആ ഒരു ഷോർട്ട് സ്പാൻ ആണെങ്കിൽ അത് ചെയ്യാം. അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാതെ മെറ്റീരിയൽ റിസോഴ്സസും ചിലപ്പോൾ പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ മനസ്സിലാക്കിക്കുക, അവരുടെ റോൾസ് എന്താണ്, അതുപോലെ തന്നെ അവർക്ക് ചില ടാസ്കുകൾ ഏൽപ്പിക്കുമ്പോൾ അത് നല്ല രീതിയിൽ അവർ അസൈൻ ചെയ്യുന്ന ടാസ്ക് അവരത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുക, അതെല്ലാം എൻഷുർ ചെയ്യുക. അതൊക്കെ ടീച്ചറാണ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ് റൂമിൽ പലപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കേണ്ടതായിട്ട് വരും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ചില പ്രാക്ടിക്കൽസ് അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യും. എക്സാംസ്, റിട്ടേൺ എക്സാം ഒക്കെ ആണെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആണ്. രണ്ടൊരു ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് കൂടാതെ ഇൻഡിവിജ്വലി ചിലപ്പോൾ എന്തെങ്കിലും അസസ്മെന്റ്, അസൈൻമെന്റുകൾ ഇതെല്ലാം ടീച്ചർ കൊടുക്കുന്നുണ്ടാവും.
അത് പിന്നെ ഗ്രൂപ്പായിട്ട് ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതായത് ഗ്രൂപ്പിന് ഒരു വർക്ക് കൊടുത്തിട്ട് അവരോട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് അവര് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ടീച്ചർ ആ ക്ലാസ് റൂമിൽ ചെയ്യുവാണ്. അപ്പൊ നിങ്ങളും ടീച്ചറായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോൾ കാര്യമായി അത് ഉണ്ടാവില്ല. പക്ഷെ വലിയ ക്ലാസ്സിലാകുമ്പോഴും നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് ചില ടാസ്ക് കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ട് പ്രോജക്റ്റുകളൊക്കെ കൊടുത്ത് അങ്ങനെ ഏർപ്പാടാക്കാം. അങ്ങനെ അത് സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാം. ഇങ്ങനെ വരുന്ന ആക്ടിവിറ്റീസ് ചിലപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. പലപ്പോഴും ഒരു ടിപ്പിക്കൽ ക്ലാസ് റൂമിൽ ടീച്ചർ എഫക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാനായിട്ട് ആ ഒരു ക്വാളിറ്റി ടീച്ചർക്ക് വരണം. പിന്നെ ക്ലാസ് റൂമിനകത്ത് പലപ്പോഴും ഡിഫറൻസസ് ഉണ്ടാവും. കുട്ടികളെല്ലാം യുണീക്ക് ആണല്ലേ, എല്ലാവരും ഒരുപോലെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ ക്ലാസ് റൂമിലെ ആ ഒരു സോഷ്യലൈസേഷൻ അതെല്ലാം നോക്കിയിട്ട് വേണം ടീച്ചർ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ പലപ്പോഴും പ്രോബ്ലംസ്, ഫാക്ടേഴ്സ്, കണ്ടീഷൻസ്, ആ ഒരു ക്ലാസിന്റെ കമ്മ്യൂണിക്കേഷൻ, അത് പിന്നെ എന്തെങ്കിലും ഒരു ലേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ അതിനു വേണ്ടി എടുക്കുന്ന മെത്തേഡ്സ്, സയന്റിഫിക് മെത്തേഡ്സ്, അങ്ങനെ പല. അത് മാത്രമല്ല, ക്ലാസ്സിൽ ചിലപ്പോൾ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ കൺഫ്യൂഷൻസോ വന്നു കഴിഞ്ഞാൽ അതിനെ ആ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ ശരിയായ രീതിയിൽ സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റണം. ഇത് ഞാൻ നെടുങ്കണ്ടത്തൊരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സെക്കൻഡ് ഇയറിലെ കുട്ടികളായിരുന്നു കേട്ടോ. ഫൈനൽ ഇയർ കുട്ടികൾ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ആ ഫൈനൽ ഇയർ ആയതിന്റെ ഒരു ഇതുണ്ട്. അവരാണ് അവിടുത്തെ സീനിയേഴ്സ്, അങ്ങനെ ഒരു ഇതുണ്ടാവും. പിന്നെ പൊതുവെ ഇതുപോലുള്ള കോളേജുകളിൽ, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, ഏതെങ്കിലും കോളേജ് ലെവലില് അടുത്തടുത്ത ബാച്ചിലുള്ളവർ, അതായത് അവര് തമ്മിലൊരു ചെറിയൊരു എന്താ പറയാ, ഒരു സുഖില്ലായ്മ ഉണ്ടാവും. അതിപ്പോ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അങ്ങനെ. ഫസ്റ്റ് ഇയറും തേർഡ് ഇയറും ഭയങ്കര കൂട്ടായിരിക്കും, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഭയങ്കര ഇതായിരിക്കും, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അങ്ങനെ ആ ഒരു രീതിയിൽ വരാറുണ്ട്. സെക്കൻഡ് ഇയറിലെ കുട്ടികളുടെ ഒരു ബാച്ചിന്റെ ഒരു ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. ബോയ്സ് മാത്രമുള്ള ഒരു ക്ലാസ് എന്റെ. അപ്പൊ ഫൈനൽ ഇയർ തേർഡ് ഇയറിലെ ഒരു ബാച്ചിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് വേറൊരു സബ്ജക്ട്. എന്തോ സെക്കൻഡ് ഇയറിലെ ഞാൻ ക്ലാസ് ടീച്ചറായിരുന്ന ക്ലാസ്സിലെ ഒരു കുട്ടിയും ഫൈനൽ ഇയറിലെ ഒരു കുട്ടിയും തമ്മിൽ എന്തിൻ്റെയോ കാര്യത്തിൽ ഭയങ്കര ഒരു വാക്കുതർക്കം ഉണ്ടായി. ഈ ഫൈനൽ ഇയറിലെ കുട്ടിയുടെ അമ്മ ആ വാർഡിലെ വാർഡ് മെമ്പർ, അങ്ങനെ ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകൻ. അപ്പൊ അതിന്റെ ഒരു ഇത് ആ പയ്യനുണ്ട്. അത്യാവശ്യം എന്തോ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പം അവനും ഇവനും കൂടെ എന്തോ കാര്യത്തിലൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ജസ്റ്റ് കോറിഡോറിൽ വരാന്തയിൽ നിന്നിരുന്നു പ്രശ്നം. അപ്പൊ ഞാൻ സെക്കൻഡ് ഇയറിലെ കുട്ടിയെ ഞാൻ സമാധാനിപ്പിച്ചു, നീ സംസാരിക്കാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മറ്റേ ഫൈനൽ ഇയറിലെ കുട്ടി അവന്റെ ഫ്രണ്ട്സ് അടുത്ത് നിൽക്കുന്നുണ്ട്. ആ ഞാൻ പറഞ്ഞ ഈ വാർഡ് മെമ്പറിന്റെ മകനല്ല, വേറൊരു കുട്ടിയോടാണ് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ ചോദിക്കുകയായിരുന്നു, ഡീറ്റെയിൽസ് എന്താ സംഭവം എന്ന് അറിയാനായിട്ട്, എന്താണ് ശരിയായ ഇഷ്യൂ. സെക്കൻഡ് ഇയറിലെ ആ ആളുടെ അടുത്തും ഈ ഫൈനൽ ഇയറിലെ ഒരു കൊച്ചിന്റെ അടുത്തും ചോദിക്കുക. അത് പ്രശ്നത്തിന് ഗുരുതരമായി ഇടപെട്ട ആ വാർഡ് മെമ്പറിന്റെ മകൻ അപ്പുറത്ത് നിന്നിട്ട് ഇത്രയും ഡിസ്റ്റൻസിൽ ഞാനും അവന് നിൽക്കുക, അവന്റെ ഫ്രണ്ടിനോട് ഈ കൊച്ചിനെ ചീത്തയായിട്ട് പറയുന്നത്, പബ്ലിക്ലി യൂസ് ചെയ്ത് മനുഷ്യരെ ഡിസ്റ്റർബ് ചെയ്യുന്ന അബ്യൂസീവ് വേർഡ്സാ പറയുന്നത്. ഞാൻ മറ്റേ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഞാൻ വേഗം ഒരു മിനിറ്റ് നീ കുട്ടിയോട് പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഒരു 2 മിനിറ്റ് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞേ, നീ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിൽക്കുന്നത്, നിനക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഭാഷയെ പറ്റി ആരും പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു ആള് അവിടെ നിന്ന്, എന്നെ ഒരു ടീച്ചറായിട്ട് നീ കണക്കാക്കണ്ട, ഒരു സ്ത്രീ ആയിട്ട് എന്നെ കണക്കാക്കാമായിരുന്നു. അവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അവിടെ നിന്ന് എന്ത് പെർഫോമൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ദേഷ്യം വന്നു എന്ന് കരുതി നിനക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാവുന്ന സ്ഥലമല്ല ഇതെന്ന് പറഞ്ഞു.
അങ്ങനെ. അപ്പൊ അമ്മ വാർഡ് മെമ്പർ ആയതിന്റെ ഭയങ്കര ഒരു ഇതാ കുട്ടിക്കുണ്ട്. അവൻ ആ സ്കൂളില് പ്രിൻസിപ്പൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അമ്മയെ വിളിക്കുകയാണെങ്കിൽ ഇവനോട് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ കുറെ അങ്ങനെ ഒരു പ്രിവിലേജ് അവനുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ നമുക്കൊരു പ്രിവിലേജ് കിട്ടിയെന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെ പറഞ്ഞു. പിന്നെ ആള് മിണ്ടിയില്ല. എനിക്ക് വേണമെങ്കിൽ ആ ഹോൾ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് അവനോട് പറയാമായിരുന്നു. അവൻ ഇൻസൾട്ടഡ് ആയിപ്പോയി. അവനെ മാറ്റി നിർത്തി അവന് മാത്രം കേൾക്കാവുന്ന രീതിയിലേ ഞാൻ പറഞ്ഞു. പിന്നെ ആ പ്രോബ്ലം എങ്ങനെയും സോൾവ് ആയി. പിന്നെ അതിനുശേഷം അവൻ എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ അവന് ക്ലാസ് എടുക്കുന്നല്ല, പക്ഷെ സ്കൂളിലൊക്കെ വെച്ച് കോളേജിൽ വെച്ച് കാണുമ്പോൾ ഒരു ചമ്മിയെ പോലെ ചിരിക്കും. അങ്ങനെ ആയിരുന്നു. അപ്പൊ ടീച്ചേഴ്സിന് കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ദാറ്റ് ഇസ് വെരി ടഫ്. ഇങ്ങനെയുള്ള കോളേജുകളിലൊക്കെ പോകുമ്പോൾ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ക്ലാസ് റൂം ലേണിംഗും പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. ആ ഒരു കാര്യം. ഇപ്പൊ ക്ലാസ്സിലുള്ള കുട്ടികളെ എല്ലാം നമ്മൾ യുണീക്കായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മളുടെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്. നമ്മളുടെ ഭാഗത്തുനിന്ന് ബയസ്ഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം അവരിലേക്ക് പോകരുത്. പാർഷ്യലായിട്ട് നമ്മൾ പെരുമാറരുത്. അവരുടെ അക്കാദമിക്സ് വെച്ചിട്ടോ അവരുടെ വേറെ എന്തെങ്കിലും ക്വാളിറ്റീസ് വെച്ചിട്ടോ ഒരിക്കലും പാർഷ്യാലിറ്റി, അവരുടെ കാസ്റ്റ്, ക്രീഡ്, റേസ് അങ്ങനെയും വെച്ചിട്ട്, കളർ ഒന്നും വെച്ചിട്ട് കുട്ടികളോട് പാർഷ്യാലിറ്റി കാണിക്കുന്നു. അപ്പൊ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അത്രയുണ്ട്. അവർക്ക് ഇങ്ങനെ ചിലപ്പോ ക്ലാസ് റൂം ക്ലൈമറ്റ് തന്നെ ഭയങ്കര പ്രശ്നമായിരിക്കാം. പല ക്ലാസ്സുകളിലും ഗ്രൂപ്പിസം എന്നൊരു പ്രശ്നമുണ്ട്. അത് ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാട്ടോ. ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് അത് അറിയില്ല. ഗ്രൂപ്പ് ആവുക എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. നമുക്ക് ഗ്രൂപ്പിസം ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ ബാച്ചിലും ഉണ്ടാവുമായിരിക്കും ഒരേ വൈബുള്ളവർ പെട്ടെന്ന് അങ്ങ് അടുക്കും. പക്ഷെ അതിന്റെ അർത്ഥം മറ്റുള്ളവരെ ഒഴിവാക്കുക, തള്ളിപ്പറയാന്നല്ലോ. ചില ക്ലാസ്സിൽ അൺഹെൽത്തി ആയിട്ട് ഇതല്ല, ചില ക്ലാസ് എടുക്കാൻ പോകുന്ന ആ ഒരു ക്ലാസ് റൂമിലൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഈ ഗ്രൂപ്പിലുള്ളവർ മറ്റേ ഗ്രൂപ്പിനെ എന്തെങ്കിലും രീതിയിൽ താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള രീതിയിലുള്ള ഗ്രൂപ്പിസം സ്കൂൾ ലെവലുകളിലും കോളേജ് അങ്ങനെ ലെവലിലും കാണാറുണ്ട്. അപ്പൊ അതാണ് ക്ലാസ് റൂമിന്റെ ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അവിടുത്തെ കുട്ടികളുടെ സോഷ്യലൈസേഷൻ, ഇതൊക്കെ മനസ്സിലാക്കി വേണം ടീച്ചർ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ്, അത് മാനേജ് ചെയ്യുക, ക്ലാസ് റൂമിന്റെ പ്രോസസ്, അവിടെ എല്ലാം ടീച്ചർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്കുള്ള റോളിന്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്കുണ്ട്. ടീച്ചർ ഒരു ഡേറ്റ കോച്ചാണ്, ഒരു റിസോഴ്സ് പ്രൊവൈഡർ ആണ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ സ്പെഷ്യലിസ്റ്റ്, എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും കുട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ടാസ്ക്, അതിന് വേണ്ടത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ കരിക്കുലം സ്പെഷ്യലിസ്റ്റ്, ഡെഫിനറ്റ്ലി ആ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ലേണിംഗ് പ്രോസസ്സും എല്ലാം ആ ഒരു രീതിയിൽ ചെയ്യുന്നു. പിന്നെ ക്ലാസ് റൂം സപ്പോർട്ട്, ഒരു ക്ലാസ് റൂമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ടീച്ചറുടെ സപ്പോർട്ട് ഇല്ലാതെ ക്ലാസ് റൂം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. നെക്സ്റ്റ് ലേണിംഗ് ഫെസിലിറ്റേറ്റർ, ഒരു എഡ്യൂക്കേറ്റർ ആണ്, ലേണിംഗ് ഫെസിലിറ്റേറ്റർ ആണ്, അല്ലെ മെന്റർ ആണ് കുട്ടികൾക്ക്. ഇവിടെ അഡ്വൈസ് കൊടുക്കുന്നു ഉള്ള ഒരർത്ഥം മെന്റർക്കില്ല. മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈമിലും കുട്ടികൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ വിളിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാമില് 40 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് എപ്പോഴും. പക്ഷെ നമുക്ക് ഈ 40 കുട്ടികളിലേക്കും എപ്പോഴും എത്താൻ പറ്റില്ല. അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങള് 5 കുട്ടികളെ ആയിട്ടെങ്കിലും സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ 40 കുട്ടികളാണെങ്കിൽ 8 ഗ്രൂപ്പ് ഉണ്ടാവും, 5 കുട്ടികൾ വരുന്നത്. ഈ 5 കുട്ടികൾക്കും ഒരാള് മെന്ററാക്കി വെക്കും. അങ്ങനെ 8 മെന്റേഴ്സ് ഉണ്ടാവും 40 കുട്ടികൾക്ക്. ഈ മെന്ററിന്റെ ഡ്യൂട്ടി ഈ 5 കുട്ടികളെ വിളിക്കുക, അവരുടെ പ്രസന്റ്, അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, അവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ, പഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെന്റർ മനസ്സിലാക്കി വെക്കും. പിന്നെ മെന്ററെ എപ്പോ വേണമെങ്കിലും കുട്ടികൾ എന്താ പറയാ അപ്രോച്ച് ചെയ്യും. നമ്മൾ കുട്ടികളുടെ സ്റ്റുഡൻസിനെ മെന്റീസിനും നമ്മൾ ടീച്ചേഴ്സ് മെന്റേഴ്സും ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ സ്കൂൾ ലീഡർ, സാധാരണ സ്കൂൾ ലീഡർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇവിടെ ആ ഒരു ക്ലാസ് റൂമിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, സ്കൂളിനെ ചില കാര്യങ്ങളിൽ ലീഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതാണ് ഇവിടെ സ്കൂൾ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡേറ്റ കോച്ച്, അവർ അപ്ഡേറ്റഡ് ആവണം ഓരോരോ വിഷയങ്ങളെ കുറിച്ച്. കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ റിസോഴ്സ്ഡ് ആയിരിക്കണം.
ഒരു ഡേറ്റ കോച്ച്, ഡേറ്റ ഫുൾ ഓഫ് ഡേറ്റയുള്ള രീതിയിൽ. കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച്, ഇത് മെന്റർ പോലെ തന്നെയാണ്. അതായത് എന്തെങ്കിലും ചേഞ്ചസ്, ഡെവലപ്മെന്റ് വരുത്താനായിട്ട് വരുന്നതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ലേണർ, അവരും ഒരു ലേണർ തന്നെയായിരിക്കണം, അവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ടീച്ചർ എന്ന് പറയുന്നത്. പ്ലാനിങ്, ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, അതായിരുന്നു ശരിക്കും ആ ഒരു ടീച്ചർ റോളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ക്വാളിറ്റി നമുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലേ. ഈ എഡ്യൂക്കേഷനിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ടീച്ചറുടെ ഡെവലപ്മെന്റ് വളരെ ആവശ്യമാണ്. ടീച്ചറുടെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ടീച്ചർക്ക് ഇപ്പോൾ പറഞ്ഞ ഈ റോൾസ് എല്ലാം ഭംഗിയായി ചെയ്യാനും അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനും, ക്ലാസ് റൂമിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും, പ്ലാൻ ചെയ്യാനും, ഓർഗനൈസ് ചെയ്യാനും, മാനേജ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് നമുക്കറിയാം ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ് ടൈം ഒരു 1 hour ആണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ 10 minutes കൂടുതൽ എടുക്കാം. ചിലപ്പോൾ എന്തെങ്കിലും റീസൺ കൊണ്ട് 5 minutes കുറവെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കും ചിലപ്പോൾ ചില സമയത്ത്. പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ വെക്കും. അല്ലെ, ടൈം എപ്പോഴും എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ നോക്കാറുണ്ട്. ഇപ്പൊ സ്കൂൾ, കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഡേ ടൈം ആണ് ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ ക്ലാസ് നടക്കുന്നത്, നേരിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവർക്ക് മോർണിംഗ് ടു ഈവനിങ് എന്നൊരു ടൈം ആയിരിക്കും മോസ്റ്റ്ലി. ഓരോ സബ്ജക്റ്റുകൾക്കും പീരീഡ് എന്നുള്ള രീതിയിൽ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഒരു ദിവസത്തെ. അപ്പൊ ടൈം മാനേജ്മെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് സ്കൂളില്, കോളേജുകളിലൊക്കെ നമുക്ക് ടൈം ടേബിൾസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കുട്ടിക്ക് അറിയാം ഇത്ര ടൈം തുടങ്ങി ഇത്ര ടൈം വരെയും ഈ ഒരു ടീച്ചർ ഈ ഒരു സബ്ജക്ട്. അപ്പൊ ടൈം ടേബിളിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ടൈം മാനേജ്മെന്റിൽ. അത് തുടങ്ങുന്ന തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്, വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദ ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. ഇത് പറഞ്ഞത് ഐസക് പിറ്റ്മാൻ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പബ്ലിഷർ, ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് പബ്ലിഷറാണ് ഐസക് പിറ്റ്മാൻ. ഇദ്ദേഹത്തെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട്, ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല, 10th ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സാണ് ടൈപ്പ് റൈറ്റിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ്. അല്ലെ, ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും കുറഞ്ഞ സമയം കൊണ്ട് ആ ഇൻഫർമേഷൻസിനെ ചെറിയ ചെറിയ കോൺവേർഡ്സ് പോലെ എഴുതി വെക്കുന്നു, അതാണ് ഷോർട്ട് ഹാൻഡ്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഷോർട്ട് ഹാൻഡിന്റെ ഫൗണ്ടറാണ് നമ്മുടെ ഈ ഐസക് പിറ്റ്മാൻ. അദ്ദേഹത്തിന് ടൈം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. 10 മിനിറ്റ് കൊണ്ട് എന്താ പറയാ, ഒരു 30 മിനിറ്റ് പറയേണ്ട കാര്യമായിരിക്കാം 10 minutes കൊണ്ട് ഷോർട്ട് ഹാൻഡിലൂടെ എഴുതി വെക്കുന്നത്. അവിടെ ടൈം അത്രയും സേവ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ. ഷോർട്ട് ഹാൻഡിന്റെ ഫൗണ്ടറാണ് ഈ ഐസക് പിറ്റ്മാൻ. ഒരു ക്ലാസ് റൂമിന്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്സ്, സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഇൻപുട്ട്. ഒരു പർട്ടിക്കുലർ ടൈമിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട്, ഒരു പ്രീ സെറ്റ് എൻവയോൺമെന്റ്, അത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈമിൽ കൊടുക്കുന്ന ഇൻപുട്സ്. അപ്പൊ അത് ഒരു സ്കൂളിന്റെ ക്ലാസ് റൂമിന്റെ സക്സസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് എക്സാംസ് എല്ലാം ഉണ്ടല്ലോ, എക്സാമിന് മുമ്പ് പോർഷൻസ് എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് റിവിഷനും കഴിയും. അപ്പൊ കറക്റ്റ് ടൈമിനെ അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മാത്രമാണ് ഇത് പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ. ടൈം ടേബിൾ, അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട്, ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സ്കൂളിന്റെയും ക്ലാസ് റൂമിന്റെയും ഒക്കെ പ്രോസസ് നല്ല സ്മൂത്ത് ആയിട്ട് പോവാൻ. അല്ലെങ്കിൽ കുട്ടികൾ തോന്നുന്ന സമയത്ത് വരും, തോന്നുന്ന സമയത്ത് ഇറങ്ങി പോവും. ടീച്ചേഴ്സ് ചിലപ്പോ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരും. അങ്ങനെ രീതിയിൽ അവർ കറക്റ്റ് ടൈം 1 hour എടുക്കണമെന്നുണ്ടെങ്കിൽ 1 hour അവർ എടുക്കില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ കാര്യങ്ങൾ പോവാം. ഇപ്പൊ ടൈം ടേബിളിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈം ടേബിളിന്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരു ഇൻഡിസ്പെൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സെന്റൻസ് എൻഡ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ്, അതായത് ടൈം ടേബിൾ ഒരു ഇൻഡിസ്പെൻ ഡോക്യുമെന്റ്. ഇൻഡിസ്പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസസറി, അതാണ് അത്യാവശ്യം, വളരെ അത്യാവശ്യമുള്ള ഒരു ഡോക്യുമെന്റ് തന്നെയാണ് സ്കൂളിൽ. ഒരു ന്യൂ വേർഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇൻഡിസ്പെൻ, അല്ലെങ്കിൽ വൈറ്റൽ, ഇമ്പോർട്ടന്റ്, അതാണ് അതിന്റെ മീനിങ്. നെസസറി അല്ലെങ്കിൽ വൈറ്റൽ.
ഈ ഇംപ്ലിക്കേഷൻ ഓഫ് ദി ടൈം ടേബിൾ. നമുക്ക് ടൈം ടേബിളിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ടൈം ടേബിൾ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഓർ ബ്രിങ്സ് സിസ്റ്റം ഇൻ ദ സ്കൂൾ ഓർ ക്ലാസ് റൂം പ്രോസസ്സ്. ആ ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രോസസ്സിൽ ഒരു നല്ലൊരു സിസ്റ്റം, നല്ലൊരു ഓർഡർ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ അത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എക്സ്പീഡിയറ്റ് റെഗുലർ ആൻഡ് ഈവൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യുന്നു. എക്സ്പീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യുന്നു. അവിടെ നടക്കുന്ന പല പ്രോഗ്രാംസും സ്പീഡപ്പ് ചെയ്യുന്നു. ഇത്ര ടൈം ഞങ്ങളൊക്കെ ചില ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ ക്ലാസ് എടുക്കുന്ന സാറ് പറയും മോർണിംഗ് 10 o'clock സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് റെസിഡന്റ് അവിടെ താമസിച്ചിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ പറയും 8:30 9 o'clock സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഫുഡൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മെസ്സില് കറക്റ്റ് ഷാർപ്പ് 8:30 വന്ന് എല്ലാരും ഭക്ഷണം കഴിച്ച് 9 ആവുമ്പോൾ ക്ലാസ് റൂമിൽ എത്തിയിരിക്കണം എന്ന് പറയും. ആര് ക്ലാസ്സിലെത്തിയാലും എത്തിയില്ലെങ്കിലും ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. അത്ര ഇങ്ങനെ ടൈം കീപ്പ് ചെയ്താണ് അവർ ക്ലാസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 11:15 ആകുമ്പോഴേക്കും നമുക്കൊരു ടീ ബ്രേക്ക് വരും. ടീ സ്നാക്സ് കറക്റ്റ് 11:15 നിർത്തും. അല്ലാതെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ ആക്കാം, അങ്ങനെയില്ല. 11:15 ക്ലാസ് നിന്നിട്ട് സ്നാക്സും ടീയും എല്ലാം കഴിഞ്ഞ് എല്ലാവരും 11:30 പ്രസന്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഹാഫ് ആൻ അവർ കൊടുക്കും സംടൈംസ്. പിന്നെ ഒരു റിഫ്രഷിങ് സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 1 o'clock ആകുമ്പോഴേക്കും അഗെയിൻ സ്റ്റോപ്പ് ചെയ്യും ഫോർ ലഞ്ച്. 1 hour ബ്രേക്ക് വരും. 2 o'clock സെഷൻ എത്തിയാൽ മതി. പിന്നെ ഒരു 3:15 ഒക്കെ ആകുമ്പോൾ സ്നാക്സിന്റെ ടൈം. അങ്ങനെ 5 o'clock വരെയും ക്ലാസ് ആയിരിക്കും. റെസിഡൻസ് പ്രോഗ്രാം ആണെങ്കിൽ ഈവനിങ് സപ്പർ കഴിഞ്ഞിട്ട് 8 മണിക്ക് എല്ലാവരും ഹാളിൽ വരാൻ പറയും. കൾച്ചറൽ ആക്ടിവിറ്റീസ് അങ്ങനെയാണ്. ആ ടൈം തന്നെ കീപ്പ് ചെയ്യും. കൾച്ചറൽ ആക്ടിവിറ്റീസ് 11 o'clock ആകുമ്പോൾ എല്ലാവരും വൈൻഡപ്പ് ചെയ്ത് റൂമിലേക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് പോകണം. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത്. അത് ശരിക്കും സ്പീഡപ്പ് ചെയ്യുന്നു നമ്മളുടെ ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ. പിന്നെ ഇറാഡിക്കേറ്റ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി. റിമൂവൽ അതാണ് ഇറാഡിക്കേറ്റിന്റെ മീനിങ്. ടൈമും എനർജിയും വേസ്റ്റ് ആകുന്നതിനെ തടയുന്നു. ഇനി ഡിഫറെന്റ് സബ്ജക്റ്റ് ഉണ്ടാവും ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ PT പീരീഡ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ചെസ്, സ്കേറ്റിംഗ് അങ്ങനെയൊക്കെ പറയുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. യോഗ, മ്യൂസിക്, ഡാൻസ് അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും സബ്ജക്റ്റിനും സൂട്ടബിൾ ആയിട്ട് ടൈം ഷെയർ ചെയ്ത് കൊടുക്കുക. കേപ്പബിലിറ്റി എൻഷുർ ചെയ്യുക. ഈവൻ ആൻഡ് റെഗുലർ സ്കൂൾ ഓർ ക്ലാസ് റൂം പ്രോസസ്സസ്. അപ്പൊ ക്ലാസ് റൂം നല്ല രീതിയിൽ നടക്കും. ഈവൻ ആയിട്ട്, റെഗുലർ ആയിട്ട്. എക്സ്പീഡിയറ്റ് അഡ്വാൻസ് പ്ലാനിങ് ബൈ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. ടീച്ചറുടെയും സ്റ്റുഡന്റിന്റെയും അടുത്ത നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാൻ ഈ പർപ്പസിന് അക്കാദമിക് ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും സ്പീഡപ്പ് ചെയ്യുന്നു. ഒരു ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ടൈം ടേബിൾ. കുട്ടികൾ കറക്റ്റ് സമയത്ത് സ്കൂളിൽ വരും. കറക്റ്റ് സമയത്തായിരിക്കും അവർക്ക് വാട്ടർ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വാട്ടർ ബിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്തായിരിക്കും അതുവരെ. ലഞ്ച് എല്ലാം അവർ കറക്റ്റ് ആ ടൈമിൽ ചെയ്യും. ഇനി വെറുതെ വാണ്ടർ ചെയ്ത് നടക്കില്ല, കറങ്ങി നടക്കില്ല. ഓക്കെ. ഇതൊക്കെയാണ് ഒരു ടീച്ചറിന്റെ റോളും. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് വരുമ്പോൾ ടീച്ചേഴ്സിന് അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ആനുവൽ പ്രോഗ്രാം ഓഫ് വർക്ക്. ഒരു അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ആകാറാവുമ്പോഴേക്കും ആനുവൽ പ്രോഗ്രാം ഉണ്ടാവും. ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യൂലേ. അപ്പൊ ഇതൊരു ബേർഡ്സ് ഐ വ്യൂ എന്നൊരു ഫ്രണ്ട്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ്. ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കുറെ ദൂരെ നിന്ന് ഒരു പക്ഷിയെ നമ്മൾ നോക്കുമ്പോൾ, മറ്റേ അർജുനന്റെ ആ ഒരു കഥയില്ലേ, അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ അതിന്റെ കണ്ണിലേക്ക് തന്നെ എയിം ചെയ്യുമായിരുന്നു. വേറൊന്നും കാണുന്നില്ല, നമ്മൾ അത് നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ആ ഒരു ബേർഡ്സ് ഐ വ്യൂല് പല കാര്യങ്ങളും നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുണ്ടാവും ഒരു അക്കാദമിക് ഇയറിൽ. അപ്പൊ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആനുവൽ ഡേ എന്നുള്ള കാര്യം അങ്ങ് ദൂരെയുള്ളത് അവർക്കറിയാം. ഇപ്പോഴേ അവർ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും, ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്.
അപ്പൊ അക്കാദമിക് പ്ലാനിനകത്ത് ഒരു മെയിൻ ഫോക്കസ് വരുന്നത് കുട്ടികളുടെ അസസ്മെന്റ്, എത്രത്തോളം കുട്ടികൾ കേപ്പബിൾ ആണ്, എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ആരെങ്കിലും ഇതൊന്ന് വായിപ്പിക്കാം, വേറൊന്നുമല്ല, എല്ലാവർക്കും ചിലപ്പോൾ ഉറക്കം വന്നിരിക്കുന്നുണ്ടാവും. ഒന്ന് റീഡ് ചെയ്യിക്കുവാണെങ്കിൽ വ്യത്യാസം വരും. ഓക്കെ, പാരന്റ് ടീച്ചർ ഫെഡറേഷൻ നമ്മൾക്ക് വളരെ പരിചിതമായ ഒരു സംഭവമാണ്. PTA അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം, അതിന്റെ കുറച്ച് പോയിന്റ്സും ഉണ്ട്, 5 പോയിന്റ്സ്. Can I? യെസ് പ്ലീസ്. The PTA is the most powerful instrument in the hands of the dynamic, civilized and progressive head of the school for growing good human relations with the parents and seeking their effective and meaningful partnership for the all-round development of the students. The important objectives of PTA are the advertise the all-round welfare of each students, to bring into close contact the parents and teachers so that they fully cooperate in the education and teaching of the students, to welcome the assets and liabilities of the school and the parents and work within their parameters, to secure for every student the optimum development from the resources of the school and the community or parents, to seek means and ways of securing cooperation between the parents and the school. താങ്ക് യു. അപ്പൊ PTA ഇതൊന്നും ഇവിടെ ഇരിക്കുന്ന മിക്കവരും ഇതുപോലെ PTA മീറ്റിങ്ങിന് പോയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പാരന്റ് ആയിരിക്കും അല്ലെ. സോ ഞാനും അതെ. PTA ഒരു മോസ്റ്റ് പവർഫുൾ ഇൻസ്ട്രുമെന്റ് ആണ്. പലപ്പോഴും ഞാൻ PTA പ്രസിഡന്റും കൂടിയാണ് കേട്ടോ മോൻ പഠിക്കുന്ന സ്കൂളിലെ. സോ അതൊരു മോസ്റ്റ് പവർഫുൾ ഇൻസ്ട്രുമെന്റ് ആണ്. പലപ്പോഴും ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും വെച്ചാൽ പാരന്റ് ആണ്, കുട്ടിയുമായിട്ടും കണക്റ്റഡ് ആണ്, പല പാരന്റ്സുമായിട്ടും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം അറിയും. അപ്പം അത് പ്രോഗ്രസീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാരന്റ്സിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഭയങ്കരമായി ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഇടപെടുന്നല്ല, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഏതാണോ അധികൃതർ അവരുടെ മുന്നിൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നല്ലൊരു ഹ്യൂമൻ റിലേഷൻസ്, ആ ഒരു ടീച്ചേഴ്സും പാരന്റ്സുമായിട്ട് നല്ലൊരു റിലേഷൻ, നല്ലൊരു അറ്റ്മോസ്ഫിയർ അത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും PTA എന്ന് പറയുന്നത്. നല്ല ഒരു എഫക്റ്റീവ് മീനിങ് ഫുൾ ഒരു പാർട്ട്ണർഷിപ്പ്. ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റുഡൻസിന്റെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് PTA നിൽക്കുന്നത്. PTAയുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് സ്റ്റുഡൻസിന്റെ വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ്. THE ആണ്, അവിടെ EH എന്ന് മാത്രമേ കാണുന്നുള്ളൂ. THE. ഓൾറൗണ്ട് വെൽഫെയർ, എല്ലാ ഏരിയയിലും കുട്ടികളുടെ വെൽഫെയർ ഉറപ്പാക്കുക, അതാണ് അവർ ചെയ്യുന്നത്. ടീച്ചേഴ്സും പാരന്റ്സും ഒരുമിച്ചൊരു കോപ്പറേറ്റീവ്, അവർ തമ്മിലുള്ള ആ ഒരു സഹകരണം എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 10th ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഈവനിങ് ക്ലാസ് വരും. ചിലപ്പോൾ റെമഡിയൽ ക്ലാസ്സസ് ആയിരിക്കും, ചിലപ്പോൾ ലേറ്റ് ആയിട്ട് ക്ലാസ് തീരും. പാരന്റ്സ് വന്ന് അവിടെ ഇരിക്കും. ചിലപ്പോൾ ചില സ്കൂളുകളിലൊക്കെ കാണാറുണ്ട് കുട്ടികൾക്ക് വേണ്ടുന്ന സ്നാക്സും റിഫ്രഷ്മെന്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പാരന്റ്സ് ആയിരിക്കും. അവരെപ്പോഴും അതിനെ വെൽക്കം ചെയ്യും 10th ആകുമ്പോഴേക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പലപ്പോഴും സ്കൂളുകളിൽ അസറ്റ്സ് അതുപോലെ തന്നെ അതിന്റെ ലയബിലിറ്റീസും ഉണ്ടായിരിക്കും. സ്കൂളിന് ഫണ്ട് ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് പാരന്റ്സിന് അവരുടെ ലിമിറ്റേഷൻസിൽ നിന്നും ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യും. പിന്നെ കുട്ടികൾക്ക് മാക്സിമം ഉറപ്പാക്കുന്നു അവരുടെ ഡെവലപ്മെന്റ്, ആ സ്കൂളിലെ റിസോഴ്സിൽ നിന്നും മാക്സിമം ഡെവലപ്മെന്റ്സ്. പിന്നെ ഫ്രം ഔട്ട്സൈഡ് സൊസൈറ്റി, കുട്ടികൾ വളരുന്ന ഭാഗത്തു നിന്നും കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഉള്ളതിൽ പാരന്റ്സ് അത് ഉറപ്പാക്കുന്നു. പിന്നെ പാരന്റ്സും സ്കൂളും തമ്മിലുള്ള ആ ഒരു കോപ്പറേഷൻ, അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു
ക്ലൈമറ്റ് നല്ല രീതിയിൽ തന്നെ പോകണം. എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ എപ്പോഴും ആ ഒരു രീതിയിൽ അവരുടെ മീൻസ് ആൻഡ് വേസ് ഓഫ് സെക്യൂറിങ് കോപ്പറേഷൻ, ആ നല്ലൊരു മാർഗത്തിലൂടെയും ലക്ഷ്യത്തിലേക്ക് എത്താവുന്ന രീതിയിലും ആണ് ആ ഒരു കോപ്പറേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർനെസ്, നമ്മളൊരു നീതിപൂർവം എന്നൊക്കെ പറയില്ലേ അത്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ബാലൻസ്ഡ്, ഒരേപോലെ ആ ഒരു രീതി. ഇതാണ് ഇക്വിറ്റിയും ഇക്വാലിറ്റി. രണ്ട് ആസ്പെക്ട്സ് ആണ് ഇക്വിറ്റിയും ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷനിലെ രണ്ട് ആസ്പെക്ട്സ് ആണ് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പൊ നീതി എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സോഷ്യൽ ജസ്റ്റിസ്, നമ്മളുടെ ഒരു ബിലീഫ്, നോഷൻ, ബിലീഫ്, അത് നമ്മുടെ ഒരു ഒപ്പീനിയൻ, അതുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അത് ആ ഒരു ഇക്വിറ്റി, കാരണം ആ ഒരു ഫെയർനെസ് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വരണം എന്നാണ്. അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. കാസ്റ്റ്, ക്രീഡ്, റിലീജിയസ് ഗ്രൂപ്പ് അനുസരിച്ചോ റിലീജിയൻ അനുസരിച്ചോ, അതുപോലെ പിന്നെ ആളുകളുടെ മൈനോറിറ്റി, മെജോറിറ്റി, അങ്ങനെ അനുസരിച്ച് ഒരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. എല്ലാവർക്കും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അത് പൊതുവെ സ്കൂളിൽ വേണ്ടുന്നത് തന്നെയാണ് ഇക്വിറ്റി. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് വേറൊന്നിനും അവിടെ പ്രാധാന്യമില്ല. അവര് ഒരു മറ്റുള്ളവരുടെ നന്മ കാണാനും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാനും കഴിയുന്ന, എന്നാൽ ബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുന്ന സ്ഥലമാണല്ലോ. അവരെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻസ് പാടില്ല. അവിടെ എല്ലാം ഒരു ഫെയർനെസ് ആയിരിക്കണം, നീതിപൂർവമായി എല്ലാവർക്കും ഒരു ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ വേണം പോകാൻ. ഈ ഇക്വാലിറ്റി, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിയിലെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുക. ഫുള്ളസ്റ്റ് ഓപ്പർച്യൂണിറ്റി അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് ഓരോ കുട്ടിക്കും പല സ്കിൽസ് ആയിരിക്കും അല്ലെ, ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്. അതെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചില കുട്ടികൾ സ്പെഷ്യൽ കുട്ടികളായിരിക്കും അല്ലെ, അവർക്ക് സ്പെഷ്യൽ ആയിട്ട് അവർക്ക് ചിലപ്പോൾ കോച്ചിങ്ങോ അങ്ങനെയൊക്കെ വേണ്ടിയതായിട്ട് വരും, സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ. അപ്പൊ അവരുടെ ഒരു എഡ്യൂക്കേഷൻ, അവർക്കൊരു സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾക്കിത് സഹായിക്കും. നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി വേണം പ്ലാൻ ചെയ്യാനായിട്ട്. എഡ്യൂക്കേഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് അവൈലബിൾ റിസോഴ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. പ്രോപ്പർ പ്ലാനിങ്ങിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇപ്പൊ ഒരു ക്ലാസ് റൂം ഉണ്ട്, ക്ലാസ് റൂമിൽ നമുക്ക് ഫാൻ 4 ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ കുട്ടികൾ ഇരിക്കുന്ന ഭാഗത്തല്ല ഫാനിന്റെ പൊസിഷൻ ഇത്തിരി ചേഞ്ച് ആയിട്ടായിരിക്കും. ഫാൻ 4 കറങ്ങുന്നുണ്ട്, പക്ഷെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ നല്ല കാറ്റ് കിട്ടുന്നില്ല, അവർക്ക് ഭയങ്കരമായിട്ട് ചൂട് കാരണം ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഫാനിനെ അവിടെ നിന്ന് അഴിച്ച് പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് ഫിക്സ് ചെയ്യും. ആളുകൾക്ക് കാറ്റ് കിട്ടുന്ന രീതിയിൽ ആ ഫാൻ ഫിക്സ് ചെയ്യും. അതാണ് അവൈലബിൾ റിസോഴ്സിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇക്വാലിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഒരു ഗേജ് ആണ്, സ്റ്റാൻഡേർഡ് ആണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആണ് ഇത്. അയാൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കിട്ടണം. ഡിക്ലെയർ ടു ഗെറ്റ്, ലീഗ് ടു ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണോ വേണ്ടത്, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിലേക്ക് വരുന്ന ഒരാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് അയാൾക്കത് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ ഒരു കുട്ടി വരുന്നു, ആ കുട്ടി ഒരു സ്ലോ ലേണർ ആണ്. അവന് ചിലപ്പോ ബോർഡിൽ എഴുതിയിരിക്കുന്നത് അവന് കോപ്പി ചെയ്യണമെങ്കിൽ മറ്റു കുട്ടികളെക്കാളും മോർ ടൈം അവന് വേണം. നമ്മൾ ഇക്വാലിറ്റി, സ്കൂൾ
ആ ഒരു സിസ്റ്റത്തില് എല്ലാ കുട്ടികൾക്കും നമ്മൾ ഇക്വാലിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് ടൈം കൊടുക്കുന്നു. അസസ്മെന്റ് ടൈമിലെ എക്സാം ടൈമിലെ കാര്യമല്ല, ക്ലാസ് റൂമിൽ നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത്. അസസ്മെന്റിനൊക്കെ വേറെ സ്റ്റാൻഡേർഡ് ആണല്ലോ, അതിന് വേറെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. കുട്ടികൾക്കുടെ ലേണിംഗ് പ്രോസസ് സമയത്ത് അവനൊരു സ്ലോ ആണെങ്കിൽ അവനത് എക്സ്ട്രാ ടൈം കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യും. അവൻ നമ്മളൊപ്പം എത്തുമ്പോൾ വീണ്ടും തുടങ്ങും. അതാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കൂടി ഈ എല്ലാം ഡെവലപ്മെന്റിനുള്ള അവസരം. അതാണ് ഇക്വാലിറ്റിയിലും ഇക്വിറ്റിയുടെ കാര്യത്തിലും നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ്. അപ്പൊ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ ഇതൊരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. നമ്മളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് വൺ ഈസ് ടീച്ചിങ്, അനദർ വൺ ഈസ് ലേണിംഗ്. അവിടെ ഒരു ലേണിംഗ് പ്രോസസ് നടക്കുകയാണ്. ടീച്ചറും പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, കുട്ടികളും പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് അത് എങ്ങനെയായിരിക്കും? വരുന്ന എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളിലും. എല്ലാ ലേണേഴ്സിനും അവരുടെ ലേണിംഗ് സ്റ്റൈലും എബിലിറ്റിയും ഡിസബിലിറ്റി എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കുട്ടികളെ എല്ലാരെയും തന്നെ വെൽക്കം ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സ്കൂളിന്റെ ഒരു നോർമൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയും പഠിച്ചു, ആ ആവറേജ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ ഡീല് ചെയ്യുക എന്നുള്ളതായിരിക്കണം സ്കൂളിന്റെ ഒരു ഫോക്കൽ. ചില കുട്ടികൾക്ക് അക്കാദമിക് പെർഫോമൻസ് ലോ ആയിട്ടുള്ളവരുണ്ടാവും, പല റീസൺസ് കൊണ്ടും. അതുപോലെ തന്നെ ഡിസബിലിറ്റി കൊണ്ടും അങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഡിസബിലിറ്റി വരുന്ന കുട്ടികളെ പ്രത്യേകം മാറ്റിയിട്ട് അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം. അവർ ചിലപ്പോൾ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചറെ തന്നെ അവർക്ക് വേണ്ടി വരും. അതുകൊണ്ട് അവര് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളായിട്ട് അവരെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു. ടീച്ചർ എപ്പോഴും പ്രൊഫിഷ്യന്റ് ആയിരിക്കണം ഇൻ അഡ്രസ്സിങ് ദ നീഡ്സ് ഓഫ് സച്ച് ചിൽഡ്രൻ ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ഏതൊരു സിറ്റുവേഷനിലും ആ കുട്ടികളുടെ നീഡ്സ് എന്താണോ അത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം ഒരു ടീച്ചറുടെ പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വരും, എല്ലാവരെയും നമ്മൾ ഈക്വൽ ആയിട്ട് ഈക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി, എല്ലാവരോടും നല്ല നീതിയോടെ പെരുമാറണം. ഇക്വിറ്റി, എല്ലാവരെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ഉള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ സൈഡിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതി തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത് ക്രിട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് എക്സാമിനേഷൻ, അതാണ് ക്രിട്ടിക്സ് വരുന്നത്. ഇനി ഞാൻ ആരെക്കൊണ്ടിന്ന് വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നൂറും. ഓക്കെ, ക്രിട്ടിക്സ് മാത്രം ഒന്ന് വായിച്ചാൽ മതിയേ. ആരാ റെഡി ആയിട്ടുള്ളത്? ക്രിട്ടിക്സ് കുറച്ച് അധികം ഉണ്ട്, മുഴുവൻ വായിച്ചോളൂ. The current system of planning and organization is criticized for the following hiatus. Most of the time we plan for the function of the plan. These kinds of plans lack a clear vision and do not clearly specify the outcomes after execution. In a bureaucratic setup, by and large, the executions of plans depend on the authorities who do not understand the ground realities. It also happens that the field authorities depend upon the senior officers in carrying out the plan. The most inordinate fact is the midway influences and changes during the course of execution. Time is the other constraint in carrying out the plans. Sometimes it requires the culmination of preset plans in a shorter period than it is suggested. The current system of classroom planning and organization is criticized for being teacher-centered. There is the preference for the students in organizing the classroom activities. The endpoint or the outcomes of classroom transactions are not clearly defined.
Same kinds of activities are provided for all children from the perspective of their varied capacities to learn. Lack of proper training for the teachers in planning and organizing classroom process is another fact. Activity-based teaching is finding no way practically in classrooms. The project most of the time are away from providing the real experiences for the students in the natural setting. This need not be addressed. Lack of proper and professional advice in planning and organizing the school and classroom activities is another fact. There is no common understanding, keeping in mind the growth and development of children at various stages. Everyone thinks on his or her own and plans accordingly. The success is not sure in this kind of plan due to lack of appropriate training in planning and organization of the curricular and co-curricular activities. Inclusion, technology, multiculturalization, alternative scheduling, standardized testing, and integrated curriculum are issues which firmly affect teacher classroom management process or plans. Education is a boiling point of change. Teachers are often left out finding, making, and planning stages of new issues or practices in education. They are brought in at the implementation phase. Often, they are accepted to be implemented. Managing new programs adds an entire new facet to classroom management process. Keeping in mind the importance of planning as cited. Yes. മതി. എനിക്ക് ഒരു സംശയം, അശ്വിനിക്ക് ബുദ്ധിമുട്ടുണ്ടോന്ന് ഇങ്ങനെ വായിച്ചിട്ടേ? ഇനി കണ്ടിന്യൂ കുഴപ്പമില്ല മാം, കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. കണ്ടിന്യൂ ചെയ്തു. Keeping in mind the importance of planning as cited earlier, the present planning process in classroom transaction is highly criticized due to the following aspects. First one, lack of vision and mission. Second, absence of proper planning for classroom process. Third one, unscientific method of monitoring supervision of students' achievement. Fourth point, lists emphasize on the classroom environment. Next, absence of appreciate, improper utilization of students as human resources, improper planning of activities at the cluster and the block levels. ഓക്കെ, അശ്വിനി കുറച്ചധികം വായിച്ചു. ക്രിട്ടിക്സ് നമ്മൾ ഇത്രയും നേരം ക്ലാസ് റൂമിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, കുട്ടികളിലേക്ക് അതെങ്ങനെ കൊണ്ടുപോകണം, ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്, പാരന്റ്സും ടീച്ചേഴ്സും കൂടെ ചേർന്ന് പോകേണ്ട കാര്യങ്ങൾ, ടൈമിനെ മാനേജ് ചെയ്യുന്നത്, പിന്നെ ഓരോ കുട്ടിക്കും നമ്മൾ ക്ലാസ് റൂമിൽ നിന്നല്ല സൊസൈറ്റിയിൽ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ചില എത്തിക്സും അതിന്റെ വാല്യൂസും എല്ലാം പറഞ്ഞു. ഇക്വിറ്റിയും ഇക്വാലിറ്റിയും, അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറണം, ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഇക്വിറ്റി, ആ ഒരു ഇതെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ സ്പെഷ്യൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി ഇതിന്റെ ഒരു സീരിയസ് എക്സാമിനേഷൻ, ക്രിട്ടിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലാനിങ്, ഇതെല്ലാം പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് റിസൾട്ട് വരണത് നോക്കണം. റിസൾട്ട് വരുന്നത് പ്രതീക്ഷിച്ച അത്ര അല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയർ ഫ്യൂച്ചറിലാണ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അവിടെ എല്ലാം ടീച്ചറുടെ റോള്, ഒരു ടീച്ചറെ സംബന്ധിച്ച് കുട്ടികളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആവുന്ന ആളാണ്, പാരന്റ്സുമായിട്ടും ഏറ്റവും കണക്റ്റഡ് ആവുന്ന ആളാണ്. ആ ഒരു ടീച്ചറുടെ റോളും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെ, ഒരു ഫ്യൂച്ചർ പ്ലാൻ, ആ രീതിയിലാണ് പോകുന്നത്. ഇത് പലപ്പോഴും നമുക്കൊരു ക്ലിയർ വിഷൻ, ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. ഈ ഒരു അക്കാദമിക് ഇയർ, ഈ അടുത്ത വർഷത്തെ സ്പോർട്സിന് അല്ലെങ്കിൽ ആർട്സ് ഫെസ്റ്റിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, നമ്മൾ അതിന്റെ ഡേറ്റ് പോലും നമ്മൾ ഈ ഒരു അക്കാദമിക് ഇയർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ അക്കാദമിക് ഇയറിൽ നടന്ന ഒരു സ്പോർട്സ് നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് വെച്ചിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു ക്ലിയർ വിഷൻ പലപ്പോഴും നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്ത് ഒത്തിരി ദൂരെയാണെങ്കിൽ, കുറെ കാലത്തിന് ശേഷമുള്ള കാര്യമാണെങ്കിൽ അതിന്റെ ക്ലാരിറ്റി ശരിക്കും വരില്ല.
പിന്നെ അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് എന്താകും അങ്ങനെയുള്ള കാര്യം. കുട്ടികളെ ചെസ് പഠിപ്പിക്കാനായിട്ട് ഒരു ഔട്ട്സോഴ്സ് ചെയ്യുന്നു, ഒരാളെ കൊണ്ടുവരുന്നു, അയാൾക്ക് സാലറി കൊടുക്കണം, അയാൾക്ക് ട്രാവലിംഗ് അലവൻസ് കൊടുക്കണം. അതുപോലെ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ വരുന്ന കാര്യങ്ങളെ അതിന്റെ ഔട്ട്കംസ് എന്താകും. വരുന്നൊരു സാറ് 10 ദിവസം നിന്നിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതൊരു ചലഞ്ചായി. അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഫാർ അവേ ചെന്നിട്ട് എന്താണോ ചെയ്യുന്നത് അതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ചില ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള സെറ്റപ്പില് പലപ്പോഴും ഈ പ്ലാൻസിന്റെ എക്സിക്യൂഷൻസ് അതോറിറ്റീസ്, ഏതെങ്കിലും അതോറിറ്റി ആയിരിക്കും ചെയ്യുന്നത്. ശരിക്കും അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിലാകാതെ, താഴെ നടക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാകാതെ ഏതെങ്കിലും ഒരു ഹയർ ഒഫീഷ്യൽസ് ആയിരിക്കും ചെയ്യുന്നത്. താഴെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ നമ്മൾ എക്സിക്യൂട്ടായി അതിന്റെ നല്ല റിസൾട്ട് വരണമെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഗ്രൗണ്ട് ലെവലിൽ കുറച്ച് സ്റ്റാഫ് ഉണ്ടാവും. അതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് വരുന്നത് ചെയ്യുന്നത്. അതൊക്കെ ഇതിന്റെ ഒരു ചലഞ്ചാണ്, ഇതിന്റെ ഒരു നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്ലാൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഫീൽഡ് അതോറിറ്റീസ് എപ്പോഴും സീനിയർ ഓഫീസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ഒരു ഇപ്പൊ എത്ര ഒരു 5 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ 5 monthsനുള്ളിൽ, അതായത് മിഡ് വേയില് പല കാര്യങ്ങളും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ 5 months കഴിഞ്ഞിട്ട് കുട്ടികളുടെ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു ഔട്ട്സോഴ്സിംഗ് ഉള്ള ഏതെങ്കിലും ഒരു ഏജൻസി വന്നിട്ട് അവരുടെ ഒരു അഡ്വർടൈസ്മെന്റ് പോലെയായിരിക്കാം കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും മൊമെന്റ് കൊടുക്കുന്നതൊക്കെ വെച്ചിട്ട് അവർ ശരിക്കും അവരുടെ ഒരു കോഴ്സിന്റെ പുറത്തുനിന്നൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കോഴ്സിന്റെ പ്രൊമോഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അങ്ങനെ മിഡ് വേ ഇൻഫ്ലുവൻസസ് ഒക്കെ നടത്താം. ഒരു പാർട്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ വേറൊരാൾ ഞങ്ങൾ ഇതിലും ഡിസ്കൗണ്ട് കുറച്ച് തരാമെന്നോ അങ്ങനെ ഇതൊക്കെ പറയാനൊക്കെ വരുവാണെങ്കിൽ ദാറ്റ് ഇസ് ആ ഒരു ഇടയ്ക്ക് സംഭവിക്കുന്ന മിഡ് വേ ഇൻഫ്ലുവൻസസ് ആണ്. അതെല്ലാം നമ്മളുടെ ഈ എക്സിക്യൂഷൻ സമയത്ത്, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് കണ്ടെത്തുന്ന സമയത്ത്, ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവേണ്ട സമയത്ത് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഇതൊക്കെയാണ് പ്ലാൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഒരു മൂവി പ്ലാൻ ചെയ്തു. കറക്റ്റ് ആ മൂവിയുടെ ഡേക്ക് കുറച്ച് സമയം മുമ്പ് ഒരു ഫ്രണ്ട് അതിൽ നിന്നും പിൻവാങ്ങി. അപ്പൊ അത് നമ്മുടെ പ്ലാന് ശരിക്കും എക്സിക്യൂട്ട് ആവാൻ പോകുന്നതിന് മുമ്പ് സംഭവിച്ചൊരു കാര്യമായിരുന്നു. അപ്പൊ ഒരാള് പോയി, ആ ഒരു ടിക്കറ്റിന്റെ ക്യാഷ് പോയി, അല്ലെങ്കിൽ അതിന് പകരം ഒരാളെ വിളിക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. കൾമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പം അങ്ങനെ അത് ടൈം എന്ന് പറയുന്ന ഒരു കൺസ്ട്രൈൻറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പ്ലാൻസ് ചെയ്യുമ്പോൾ. ടൈം മാനേജ്മെന്റ് അത് അതിലും വരുന്നുണ്ട്. ഇത് പലപ്പോഴും പ്രീസെറ്റ് പ്ലാൻസിനെ വിത്തൗട്ട് അത് നടത്താതെ കൾമിനേറ്റ്, അതായത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ സെന്റേർഡ് ആണല്ലേ. ട്രഡീഷണൽ സ്കൂൾസും ട്രഡീഷണൽ കോളേജും ആണ്. അവിടെ ഈ ഒരു ക്ലാസ് റൂം പ്ലാനിങ്, ഓർഗനൈസേഷൻ ഇതെല്ലാം ഒരു ടീച്ചർ സെന്റർ, ടീച്ചർ മാത്രം, ടീച്ചർ ഫോക്കസ് ചെയ്ത് പോകുന്നതുകൊണ്ട് പലർക്കും അതിൽ അനിഷ്ടം ഉണ്ടായിരിക്കും. സ്റ്റുഡൻസിനെ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യിക്കാനായിട്ട് അത് ടീച്ചർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് സെമിനാർ എടുപ്പിക്കുന്നുണ്ട് അല്ലെ, PG-യിലാണെങ്കിൽ PG-യുടെ ഒരു സബ്ജക്റ്റ് അതാണ്. പക്ഷെ മറ്റ് സബ്ജക്റ്റുകളിൽ ഇതുപോലെ ചെറിയതായിട്ട് ടോപ്പിക്സ് കൊടുത്തിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കുട്ടികളെയും അങ്ങനെയുള്ള ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും നമ്മൾ പ്രീസെറ്റ് പ്ലാൻസ് കുറെ കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതാവുമ്പോൾ അതിന്റെ എൻഡ് റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ചലഞ്ചസ് എന്നുള്ളത്. പിന്നെ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ലാക്ക് ഓഫ് പ്രോപ്പർ ആൻഡ് പ്രൊഫഷണൽ അഡ്വൈസ്, അതിന്റെ കുറവുണ്ടാവും. ഒരു പ്രൊഫഷണൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അവിടെ ചില വീടുകളിൽ പൊതുവെ പറഞ്ഞാൽ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അയാൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അയാളെ ജയിലിൽ കൊണ്ടുപോയെന്നൊക്കെ നമ്മൾ ചില കേസുകളിൽ. അപ്പൊ കുട്ടികൾ പലപ്പോഴും സംശയം പറയില്ലേ, അയാൾ അങ്ങനെയല്ലല്ലോ. നമ്മളിത് ഫുൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഒരാൾ പോയെങ്കിൽ അയാൾ പോയി, ആ ഒരു രീതിയിലായിരിക്കും പറയുന്നത്.
ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, മനസ്സിലുണ്ടാവണം. ഗ്രോത്തും ഡെവലപ്മെന്റും കുട്ടികളുടെ പല ലെവൽസിൽ, സ്പോർട്സിലായാലും ആർട്സിലായാലും അക്കാദമിക്സിലായാലും മാത്സിന്റെ ഒളിമ്പ്യാഡ് അങ്ങനത്തെയുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾ, പല ആക്ടിവിറ്റീസ്, അതിലെല്ലാം കുട്ടി ജോയിൻ ആവണമെന്നാണ് നിങ്ങളുടെ പാരൻസ് പറഞ്ഞത്. ഇവിടെ പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള കാര്യങ്ങൾ വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചലഞ്ചസ് വരും. ഇപ്പം 6 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ 6 മാസത്തേക്ക് നമ്മൾ പ്ലാൻസ് സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ പല പല ഇഷ്യൂസ് വരാം. മോന്റെ സ്കൂളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സ്പോർട്സ് ഒരു ഡേ ഫിക്സ് ചെയ്തു. അത് ഫിക്സ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ. അങ്ങനെ നീണ്ടു പോയി. ശരിക്കും സ്പോർട്സ് അവര് കഴിഞ്ഞ അക്കാദമിക് ഇയർ നടത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി. അപ്പൊ അവര് ഫ്യൂച്ചറിൽ സ്പോർട്സ് ഇന്ന ഡേ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷെ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. ഈ വർഷവും കുറച്ചത് ഡിലേ ആയി മഴയുടെ കാരണം. ഇത് ഇപ്രാവശ്യം നടന്നുപോയി. പിന്നെ ഓണം സെലിബ്രേഷന് ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഔട്ട്ഡോറിൽ കുറേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ്. ഈ ലീഫും ജമന്തി പൂവും വെച്ചിട്ട്, മഞ്ഞയും ഓറഞ്ച് കളർ പൂവും വെച്ചിട്ട് കുറേ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ആയിട്ടുള്ളതൊന്നും വരാതെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. കറക്റ്റ് മോർണിംഗ് അവര് തലേദിവസം കുറെ അറേഞ്ച് ചെയ്ത് വെച്ചു. മോർണിംഗ് ആയപ്പോൾ ചെയ്തു വന്നപ്പോഴേക്കും മഴ വന്നു. അങ്ങനെ അത് മുഴുവനും അവിടെ നിന്ന് ഇളക്കി മാറ്റി. പിന്നെ പെട്ടെന്ന് ഒരു ക്ലാസ് റൂമിൽ കൊണ്ടുപോയി സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടേക്കും. ഇതുപോലെ തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വരുന്ന കുറെ ചലഞ്ചസ് കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ക്രിട്ടിക്സ്, ഈ ഒരു ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് വെച്ചിട്ട് അതിനെ ശരിയാക്കാം എന്നുള്ളൊരിതുണ്ട്. അതാണ് ഇപ്പോൾ ഓണം സെലിബ്രേഷന്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം റൂമിനകത്തേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് എല്ലാവരും കൂടെ ഒരു ടീം വർക്ക് പോലെ ചെയ്ത് പെട്ടെന്ന് അത് റൂമിൽ വെച്ചു. പക്ഷെ പുറത്തുണ്ടായിരുന്ന ഒരു ഭംഗി അകത്തുണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ അവര് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ ക്രിട്ടിക്സ് വരാനുള്ള കാര്യങ്ങളാണ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാനിങ്ങില് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പിഴവുകൾ, അപാകതയൊക്കെ വരുന്നത്. പലപ്പോഴും നമുക്ക് വിഷൻ, മിഷൻ അതിലേക്ക് എത്തുക എന്നുള്ളത്, അത് ശരിയായ രീതിയിൽ പ്രോപ്പർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഉദ്യമം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചന്ദ്രയാൻ, അതൊരു മിഷൻ ആയിരുന്നു അല്ലെ. ആ ഗോൾ എത്തിക്കഴിയുമ്പോൾ ദാറ്റ് ഇസ് വിഷൻ. പലപ്പോഴും നമ്മുടെ ബിലീഫ്, നമ്മുടെ ഒരു കോഡ് ഓഫ് എത്തിക്സ്, അത് ക്ലാസ് റൂം പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രോപ്പർ പ്ലാനിങ് നടക്കാതിരിക്കുക. പിന്നെ അൺസയന്റിഫിക് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുക എപ്പോഴും സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ് മോണിറ്റർ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും. പിന്നെ ക്ലാസ് റൂം എൻവയോൺമെന്റിന് ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നല്ലൊരു ക്ലാസ് റൂം, നല്ല നീറ്റ് ഹൈജീൻ ആയിട്ടുള്ള ക്ലാസ് റൂം, ഡെസ്ക് ബെഞ്ചെല്ലാം നല്ലതായിട്ടിരിക്കുന്നു, ഒന്നിനും ഡാമേജ് ഒന്നുമില്ല, ആവശ്യത്തിനുള്ള ലൈറ്റ്, ഫാൻ, അങ്ങനത്തെ ഫെസിലിറ്റി, പിന്നെ വെന്റിലേഷൻസ് അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു ക്ലാസ് റൂം എൻവയോൺമെന്റ് ആണ്. അതിലെന്തെങ്കിലും പ്രശ്നം വന്നു, ഫാൻ കറങ്ങുന്നില്ല, അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ അതും ഈ ഒരു ക്രിട്ടിക്സിന് കാരണമാകും, ഇങ്ങനൊരു ചലഞ്ചസ്. പിന്നെ ടീച്ചേഴ്സ് എങ്ങനെ ചെയ്താലും, അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്താലും അപ്രൈസൽ കുറവാണെങ്കിൽ അതും അഫക്റ്റ് ചെയ്യും. പിന്നെ സ്റ്റുഡൻസ് ശരിക്കും ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അവരുടെ പ്രോപ്പർ അല്ലാത്ത യൂട്ടിലൈസേഷൻ, പല ക്വാളിറ്റീസും കേപ്പബിലിറ്റീസും കപ്പാസിറ്റിയുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അവരുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ, അതും ഇതിന് ഇങ്ങനെ ചലഞ്ചസ് ഉണ്ടാകാൻ കാരണമാണ്. പലപ്പോഴും ഇംപ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ആക്ടിവിറ്റീസ് വരുന്നത് ഈ ക്ലസ്റ്റർ ലെവലിലും, ചെറിയ ലെവലിലും, ചെറിയ ടീച്ചർമാരുടെ, ചെറിയ സ്റ്റാഫിന്റെ ആണെങ്കിലും ഓൾ ബ്ലോക്ക് ലെവൽസിലും, വലിയ ലെവൽസിലും, ഏതൊരു ലെവലിലും, ഗ്രൗണ്ട് ലെവലിലാണെങ്കിലും മിഡിൽ ലെവലിലാണെങ്കിലും അപ്പർ ലെവൽ, ആ ഹൈറാർക്കി ഉണ്ടല്ലോ ഓരോ പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഏത് ലെവലിലാണെങ്കിലും ഇംപ്രോപ്പർ പ്ലാനിങ് ആണെങ്കിൽ അതും അഫക്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ടോപ്പിക് ഇങ്ങനെ ഇച്ചിരി ഡ്രൈ ആണ്, നമുക്ക് ഇച്ചിരി ഇങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി. നെക്സ്റ്റ് നമുക്കൊരു ടേബിൾ ഒക്കെയാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച്, ഒരു ക്രിട്ടിക് ഉണ്ടെങ്കിൽ
അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് ഇങ്ങനെ ഒരു ടേബിൾ പോലെയാണ് കേട്ടോ. ടേബിളിൽ ഇങ്ങനെ കാണുന്നുണ്ടോ? അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വരാൻ പറ്റുമെങ്കിൽ നോക്കി വരൂ. ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. നമുക്കുണ്ടാകുന്ന ഏതൊരു ഏരിയയിലാണ് നമുക്ക് ആ ഒരു ക്രിട്ടിക്, ആ ഒരു ചലഞ്ച് അല്ലെങ്കിൽ അത് സീരിയസ് എക്സാമിനേഷൻ വേണ്ടത്, അത് അവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ റിസൾട്ട് കിട്ടാൻ കൊടുക്കാവുന്ന ഒരു ഓൾട്ടർനേഷൻ, പിന്നെ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ, ഈ ഒരു ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുമ്പോൾ എന്തായിരിക്കാം അതിന്റെ ഒരു പരിണിത ഫലം, അതിന്റെ ഒരു റിസൾട്ട് വരുന്നത്, ആ രീതിയിലൊരു ടൈം ടേബിൾ ആണ് കേട്ടോ. സജസ്റ്റിംഗ് സി ഓൾട്ടർനേറ്റീവ്സ്, ക്രിട്ടിക്സിനുള്ള ഓൾട്ടർനേറ്റീവ്സ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്സ് ആണ്. സജസ്റ്റിംഗ് ക്രിട്ടിക്സ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അത് തീരുന്നു പ്രതീക്ഷിക്കാം. ഓക്കെ ഫൈൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, Thank you, ma'am.